അമേരിക്കയുടെ പ്രഷറിന് വഴങ്ങി നമ്മൾ അതിന് മുമ്പിൽ മുട്ടിൽ എഴയാമായിരുന്നോ എന്ന ചോദ്യം മാത്രമാണ്. അല്ല, ഈ റോണി കെ ബേബി ഇവിടെ ഇരുന്നുകൊണ്ട് മുട്ടിലിഴഞ്ഞു എന്താണ് നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനൊക്കെ ശക്തമായി എതിർത്തതെന്നാണ് മൻമോഹൻ സിംഗ്. വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയെ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യാവൂരത്തെന്ന് വിളിച്ചത് ഒബാമ 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 എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കരയുമെന്ന് പറഞ്ഞത്? അപ്പൊ അതെന്തായിരുന്നു, മുട്ടിലിഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും. എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ, അല്ലാതെ നമ്മൾ രണ്ടാളും DF നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ. ഇവിടെ ട്രംപ് ഏകദേശം 3 തവണ നടത്തിയ പരാമർശങ്ങൾ, ആ 3 പരാമർശങ്ങളോട് ഉചിതമായി പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ, ഞങ്ങൾ ഉയർത്തുന്ന സംശയങ്ങൾ, ആ സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടി, വിശ്വസനീയമായ മറുപടി ഞങ്ങൾക്ക് നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. 8-ാം തീയതി 9-ാം തീയതി ഇവിടെ കൃത്യമായി തന്നെ അമേരിക്ക പറയുന്നു. അതിലേക്ക് നമുക്ക് ഇതുവരെ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ 8-ാം തീയതിയും 9-ാം തീയതിയും രാത്രി പാകിസ്ഥാൻ ഇങ്ങോട്ട് ഡ്രോണുകൾ അയച്ചപ്പോൾ 9-ാം തീയതി രാത്രി വൈകിയും അതുപോലെ തന്നെ 10-ാം തീയതി പുലർച്ചെയും പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര നാശം ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു. ഇന്ത്യൻ സൈന്യം അതിന്റെ 3 സൈനിക വക്താക്കളും കൃത്യമായിട്ട് വന്ന് 2 ദിവസം കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും വെച്ച് ബ്രീഫ് ചെയ്തതാണ്. എന്നിട്ടും കോൺഗ്രസിന് അത് ബോധ്യമായിട്ടില്ല എന്നാണോ? അത് നിങ്ങൾ ട്രംപിനെ എന്തിനാണ് വലിച്ചിഴക്കുന്നത്? ഞങ്ങളല്ലല്ലോ ട്രംപിനെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത്. ട്രംപ് തന്നെ നടത്തുന്ന പരാമർശങ്ങൾ ലോകത്ത് ആദ്യമായിട്ടാണ് വ്യാപാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ട്രേഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ അന്ത്യത്തിലേക്ക് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. 1971 സിംല കരാറിന് ശേഷം അത് മാറി വന്ന സർക്കാരുകൾ, കോൺഗ്രസ് മാത്രമല്ല 1971 ശേഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. പലതവണ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിനകത്തൊരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാറി വന്ന ഭരണകൂടങ്ങൾ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് മാത്രമല്ല. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? കശ്മീരിന്റെ കാര്യത്തിൽ ഒരു 3-ാം കക്ഷിയുടെ ഇടപെടലും വേണ്ട. മാത്രമല്ല കശ്മീരിനെ കുറിച്ച് ചർച്ചയേ ഇല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇനി ചർച്ച ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, POKയുടെ കാര്യത്തിൽ മാത്രം. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞപ്പോൾ POK, പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഉച്ചത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസ് കേട്ടില്ല എന്ന് തോന്നുന്നു. ട്രംപ് പറഞ്ഞെന്താ, ഞാൻ ഭീഷണി മുഴക്കി, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേരെ ഭീഷണി മുഴക്കുന്നതിന്റെ ഇളവായിട്ടാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വലിയ വികാരമുണ്ട്, എന്തിനാണ് ഇത്ര പെട്ടത്? പക്ഷെ അവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി അല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശ നയത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പാകിസ്ഥാനെ നട്ടം തിരിയിച്ച ശേഷമാണ്, പാകിസ്ഥാൻ യാചിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു സീസ് ഫയറിന് സമ്മതിച്ചത്. പാകിസ്ഥാൻ ഇനിയും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ചിത്രങ്ങൾ സഹിതം, വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തെളിവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ നിന്നൊന്നും വന്നിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ സീസ് ഫയർ എന്ന രീതിയിലാണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണ്? ഇന്ത്യയോട് പറഞ്ഞു, പാകിസ്ഥാനോട് പറഞ്ഞു എന്നാണ്. ഇന്ത്യ തിരിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇവിടെ വന്നൊന്നും പറയാൻ പറഞ്ഞിട്ടുമില്ല. അമേരിക്ക പറയുന്നതിനെ ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം. എന്ത് പറ്റി? ആൾക്ക് പഴയ പോലെ പേടില്ലാണ്ടായോ? അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതിനേക്കാളും വലിയ ഭീഷണിയൊന്നുമല്ല ഈ പറയുന്ന ട്രേഡ് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ സാമാന്യ കോമൺ സെൻസ് മാത്രം നമുക്ക് മനസ്സിലാവും. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും, സാങ്ഷൻസ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് റഷ്യയിൽ നിന്ന് S-400 വാങ്ങിക്കുവാനുള്ള നട്ടല്ലും നെഞ്ചുറപ്പും ആർജവവും നമ്മളെ രാഷ്ട്രത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെ ഭരിക്കുന്ന സർക്കാരിനുണ്ട് എന്നുണ്ടെങ്കിൽ, അമേരിക്ക അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ട്രേഡിനെ ബാധിപ്പിക്കുമെന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ എന്താണ് ഇത്തരത്തിൽ മുട്ടുമടക്കി കൊടുക്കുമെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കോമൺ സെൻസ് നമുക്കുള്ളതിന്റെ പ്രശ്നം മാത്രമാണ്. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി.
ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രൊഫഷണൽ ആണെന്ന് അവർ അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറയാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, ലോകത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻകാർ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, ടിക്ടോക്കിലുണ്ട് എന്നൊന്നും പറയാതെ വിത്ത് എവിഡൻസ് ആൻഡ് പ്രൂഫ് അവർ അത് പ്രസന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു അവർ ടൈം എടുത്തിരുന്നത് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ ഡിഫൻസിന്റെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രൊഫഷണലിസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ എന്തെങ്കിലും എടുത്തു ചാടി ഉള്ള കാര്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണ്, രാവിലെ എടുത്തിട്ട് പൊട്ടിക്കും, വൈകുന്നേരം എടുത്തിട്ട് പൊട്ടിക്കും, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ജൽപ്പനങ്ങളോ അപക്വമായിട്ടുള്ള ഒരു പരാമർശമോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ള 142 കോടി ജനങ്ങൾക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസ് ആയിട്ട് പറഞ്ഞു ട്രംപ് പറഞ്ഞു ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ട്രംപ് ആക്കി പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ അത് പറയാത്തെ? ഇപ്പൊ നരേന്ദ്രമോദി ഇന്നലെ വന്ന് നിന്നിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പേരെടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എത്ര പ്രാധാന്യമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തത്, അതേ പ്രാധാന്യം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളൂ. രണ്ടുപേരുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, രണ്ട് രാജ്യങ്ങളെ മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ ആരോട് പറയാം? അപ്പോ ഒരു മൂന്നാം രാജ്യം ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ശരി, ഭീഷണിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ അതിനുള്ള എവിഡൻസ് വെക്കുന്നേ. നിങ്ങൾ ഇതിന് മുമ്പ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ വകവെച്ചു കൊടുത്തോ? നിങ്ങൾ പറയുന്ന എന്തെങ്കിലും കേട്ടോ? നമ്മൾ പൊക്രാനിൽ ആണവ വിക്ഷേപം നടത്തുന്ന സമയത്ത്, ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് എന്ത് പറഞ്ഞു? ഞങ്ങളെ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു, എന്നിട്ട് നമ്മൾ വഴങ്ങി കൊടുത്തു? ഇല്ല. അങ്ങനെ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ട്രേഡിന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ മുട്ടുമടക്കി കൊടുക്കേണ്ടുന്ന സാഹചര്യം നിലവിലെ ഭാരതത്തിന് ഇല്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് പോലും നല്ല ധാരണയുണ്ട്. എന്നിട്ടും കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വശത്ത് കൂടി പറയും ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നിലപാടുകളെയും സ്വാഗതം ചെയ്യുന്നു, സൈന്യത്തിന് സല്യൂട്ട് എന്ന്. പക്ഷേ അതിന് മറുവശത്ത് കൂടി നിങ്ങൾ ഈ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രത്യേകം മിലിറ്ററിയുമായി ബന്ധപ്പെട്ടല്ല. ഇവിടെ മിലിറ്ററിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിൽ, അതുപോലെ മിലിറ്ററിയോട് സീസ് ഫയർ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. പക്ഷെ അങ്ങനെ അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം പറയാമായിരുന്നോ? അതും അമേരിക്കയുടെ പ്രഷറിന് വഴങ്ങി. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചോദ്യം. അല്ലാതെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്രെഡിബിലിറ്റിയോ അവർ നടത്തിയ ഓപ്പറേഷൻസിയോ അവർ നടത്തിയ അവകാശവാദങ്ങളോ ഒന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷേ നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ മുട്ടിൽ എഴുതാമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. അല്ല, ഈ റോണി കെ ബേബി ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്ന അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് കരുതിയിരുന്നത്. മുട്ടിലെഴഞ്ഞു എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടു കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല. ഒരു കൈയബദ്ധം നാറ്റുകരുത്. വിവരമില്ലാത്തവർക്ക് എപ്പോഴും അബദ്ധം പറ്റും. നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? ഇന്ത്യയുടെ DGMO പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസമില്ല, അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾക്ക് ആർമിയെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യ ഔരത്തെന്ന് വിളിച്ചത് ഒബാമ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമെന്ന് പറഞ്ഞത്? അപ്പൊ അതെന്തായിരുന്നു? മുട്ടിലെഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മുട്ടിലെഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്. അത്രക്കായല്ലേ? കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനൊക്കെ ശക്തമായി എതിർത്ത് നിന്നാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പൊക്കെ നമ്മൾ മൻമോഹൻ സിംഗിന്റെ എതിർപ്പ് 2004 തൊട്ട് 2014 വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറി ഇരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് 5 സൈനികരുടെ തലയിറത്തോണ്ട് പോയപ്പോ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതാണ് അന്ന്
മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കമാവുന്ന അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം പറഞ്ഞത് സോണിയാഗാന്ധി അല്ലല്ലോ, മൻമോഹൻ സിംഗിനെ അല്ലേ. അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞ് ഞങ്ങളാരും പ്രതികരിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് കോൺഗ്രസ് അഭിപ്രായം. പിന്നെ നിങ്ങളുടെ കരച്ചിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ പരമാധികാരം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ 64 MP കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറേ കോൺഗ്രസിനുള്ളത്. നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീസ് ഫയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ DGMO ഇവിടെ വിളിച്ചു, ഞങ്ങളോട് യാചിച്ചു. ഇന്ത്യൻ ആർമി പറഞ്ഞതാണ്. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിങ്ങൾ ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിനെ തരം താഴ്ത്തരുത്. നിങ്ങൾക്ക് സ്ഥിരം പണിയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് കത്തെഴുതുന്നതിന് തുടങ്ങി ഈ നിമിഷം വരെയും നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ 5ാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ.